ബത്തേരിയിലിറങ്ങിയ PM2 എന്ന മോഴയാനയെ പിടികൂടാനുള്ള ദൌത്യം തുടരുന്നു. ഉൾക്കാട്ടിൽ കയറിയ ആന ദൌത്യസംഘത്തിന്റെ നിരീക്ഷണ പരിധിയിലാണ്. മയക്ക് വെടിവെക്കാനുള്ള സാഹചര്യം തേടുകയാണ് ദൌത്യസംഘം. ആനയെ ഇന്ന് വെടിവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾക്ക് ഉത്തരവാദി വനം വകുപ്പായിരിക്കുമെന്ന് ബത്തേരി നഗരസഭാ ചെയർമാൻ TK രമേശ് പറഞ്ഞു. വേണ്ടത്ര രീതിയിലേക്ക് ഇതിൽ ഇടപെടുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് ഇന്ന് പേപ്പറുകളിൽ നമ്മൾ ഇന്നലെ അറിഞ്ഞതുപോലെ ഗംഗാ സിംഗ് എന്ന് പറയുന്ന PCFന്റെ ഒരു ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച പോയിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. കാരണം മന്ത്രി ഓർഡർ ഇട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ട് പോലും ഇതിന് ഉത്തരവ് നൽകാതെ വൈകിപ്പിച്ചു എന്നുള്ള ഇന്നലെയെല്ലാം കൃത്യമായിട്ട് ഇതിനെ വാച്ച് ചെയ്യുകയും ഇതിനെ മയക്കുവെടി വെക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് നഷ്ടപ്പെടുത്തുന്നതിൽ ഇന്നലെ വൈകി വന്ന ഓർഡർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ബത്തേരി നഗരസഭാ ചെയർമാൻ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഈ മയക്ക് വെടി വെക്കാൻ ഉത്തരവ് വൈകിയതിന് ഉള്ള വിമർശനമാണ് ഉയരുന്നത്. എന്താണ് അനിഷ്ട സംഭവങ്ങൾക്ക് ഉത്തരവാദി എന്നതൊക്കെ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? രേണുക, തീർച്ചയായും കഴിഞ്ഞ ദിവസം മുതലേ ഈ ആക്ഷേപം ഉയരുന്നുണ്ട്. കാരണം മുമ്പ് തന്നെ RRT സംഘം മയക്കുവെടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങൾക്കും സന്നദ്ധരായിരുന്നു. പക്ഷേ ഈ മയക്കുവെടി വെക്കാനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് ലഭിക്കാൻ വളരെ വൈകി എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ MLAയും നഗരസഭാ ചെയർമാനും ജനപ്രതിനിധികൾ ഉൾപ്പെടെ വൈൽഡ് ലൈഫ് വാർഡനെ ഉപരോധിക്കുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. ഇത് വൈകി വന്ന ഉത്തരവ് ഇത്തരത്തിൽ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ഈ കാട്ടാനയെ മയക്കുവെടി വയ്ക്കുന്നതിലും മറ്റ് കാര്യങ്ങൾ പരിഹരിക്കുന്നതും വീണ്ടും തടസ്സമുണ്ടാക്കുമെന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് നഗരസഭാ ചെയർമാൻ TK രമേശും ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചത്. ഇനി വൈകി കഴിഞ്ഞാൽ ഇന്നും രാത്രി ഒരുപക്ഷെ ഈ ആന പുറത്തിറങ്ങാനുള്ള ശ്രമം നടത്തും. അത് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഈ വൈകി ഈ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനായിരിക്കും എന്ന രീതിയിലുള്ള ആക്ഷേപമാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. ഇത്തരത്തിൽ ഒരു നിരുത്തരവാദപരമായ നിലപാടാണ് ഈ ഉദ്യോഗസ്ഥൻ എടുത്തതെന്ന് സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് TK രമേശ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത്തരം ഒരു പ്രതിഷേധ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ RRT സംഘവും ഒക്കെ വനത്തിൽ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെ തുടരുകയാണ്. രേണുക, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.